കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കൊക്കെ വളരെ സന്തോഷമാണ്. ടീം UDF ആയിട്ട് കോൺഗ്രസ് മുന്നോട്ട് ഭരണം കാഴ്ചവെക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ ഈ 3 പേരിൽ ആര് വന്നാലും നമ്മൾ സന്തോഷമാണ്. പിന്നെ പലരുടെയും ഹൃദയങ്ങൾ ഉണ്ടല്ലോ, ആര് വരണമെന്ന് ഏറെക്കൂടെ ആഗ്രഹിക്കുന്നവരുണ്ട്. വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് ഇന്ന്. കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പാർട്ടിക്കാരും എന്ന് വേണ്ട UDFന് വോട്ട് ചെയ്ത് എല്ലാം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. KC വേണുഗോപാൽ വന്നാലും രമേശ് ചെന്നിത്തല വന്നാലും എല്ലാവരും ഈ പദവിക്ക് അർഹതപ്പെട്ടവരാണ്. നമസ്കാരം. ഒടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ദിരാഭവന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. മറുവശത്ത് റോഡിൻ്റെ സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. പ്രവർത്തകരെല്ലാവരും തന്നെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് VD സതീശനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ നിലവിലിപ്പോൾ ഇന്ദിരാഭവനിലേക്ക് എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പ്രതീക്ഷിച്ച ആൾ തന്നെ വന്നിരിക്കുന്നു. അതായത് പണിയെടുത്തവൻ വരട്ടെ എന്നുള്ളതാണ് ഒരു പ്രവർത്തകൻ നിലവിലിപ്പോൾ നമ്മളോട് പറഞ്ഞത്. എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? പ്രതീക്ഷിച്ച ആൾ തന്നെയാണ്. വളരെ സന്തോഷമായ ഒരു പ്രഖ്യാപനമാണ് AICC പ്രഖ്യാപിച്ചത്. ഹൈക്കമാൻഡിൻ്റെ ഏത് തീരുമാനത്തെയും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. KC വേണുഗോപാൽ വന്നാലും രമേശ് ചെന്നിത്തല വന്നാലും എല്ലാവരും ഈ പദവിക്ക് അർഹതപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ന നിലയിൽ എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പോൾ ഒരു ടീം UDF ആയി തന്നെ മുമ്പോട്ട് പോകും. എല്ലാ ഘടകകക്ഷികളെയും ചേർത്ത് പിടിച്ച് കോൺഗ്രസ് ഐക്യത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ് ഇന്ന്. കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പാർട്ടിക്കാരും എന്ന് വേണ്ട UDFന് വോട്ട് ചെയ്ത് എല്ലാം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ ടീം UDF ആയിട്ട് തന്നെ ഇന്ന് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഇനി ടീം UDF ആയിട്ട് തന്നെ ഭരണം നിലനിർത്തും. മാത്രമല്ല ജനകീയ ഒരു ഭരണമായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഐക്യത്തോടുകൂടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കും. വളരെ കൂടുതൽ സന്തോഷമാണ് ഇന്നത്തെ ദിവസം. ഈ പ്രഖ്യാപനം നീണ്ടുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൊരു വിഷമം, അത് ഇന്നത്തോടെ മാറി. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സന്തോഷമാണ് ഇന്നത്തെ ദിവസം. താങ്കൾ പ്രതീക്ഷിച്ച ആൾ തന്നെയാണ്. നമ്മൾ ഈ 3 പേരിൽ ആര് വന്നാലും നമ്മൾ സന്തോഷമാണ്. പിന്നെ പലരുടെയും ഹൃദയങ്ങൾ ഉണ്ടല്ലോ, ആര് വരണമെന്ന് ഏറെക്കൂടെ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അതിന് പ്രസക്തിയില്ല. അഭിപ്രായങ്ങൾ പറയാം. തീരുമാനമായി കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നടപ്പിലാക്കുക. അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യവും പിന്നെ ഞങ്ങളുടെ എല്ലാം ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ള നിലയിലും ഞങ്ങളുടെ എല്ലാ നിലപാടും അത് തന്നെയാണ്. ഇപ്പോഴെങ്കിലും AICC ഒരു തീരുമാനമെടുത്തതിന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കൊക്കെ വളരെ സന്തോഷമാണ്. ടീം UDF ആയിട്ട് കോൺഗ്രസ് മുന്നോട്ട് ഭരണം കാഴ്ചവെക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും പ്രവർത്തകർ ഏറെ ആവേശത്തിലാണ്, സന്തോഷത്തിലാണ്. അദ്ദേഹം നമ്മളോട് പറഞ്ഞതുപോലെ 3 നേതാക്കളും ഒരുപോലെയുള്ള നേതാക്കളാണ്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനത്തിൽ ഉറച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടം. ഐക്യത്തോടുകൂടി വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് UDF സർക്കാർ അധികാരം ഏൽക്കുമെന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇന്ദിരാഭവന് മുൻപിൽ വലിയ ആവേശപ്രകടനം തന്നെയാണ് നടക്കുന്നത്. VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെല്ലാവരും തന്നെ നിലവിലിപ്പോൾ അണിനിരങ്ങിയിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്തിരിക്കുകയാണ്. ഒടുവിൽ എന്തായാലും വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് UDF പ്രവർത്തകർ ഉള്ളത്. 102 സീറ്റ് നേടിയ UDF ഒടുവിൽ ഒരു മുഖ്യമന്ത്രിയെയും കണ്ടെത്തിയിരിക്കുന്നു. ഹൈക്കമാൻഡ് ആ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പട നയിച്ചവൻ നാട് നയിക്കും എന്നതുൾപ്പെടെയുള്ള ഫ്ലക്സുകളും ബാനറുകളും എല്ലാം തന്നെ ഉയർന്നിരുന്നു. അതിനുതകുന്ന ഉത്തരം തന്നെ നിലവിലിപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുകയാണ്. അതായത് പണിയെടുത്തവന് കൂലി ലഭിച്ചു എന്ന് പറയുന്നത് പോലെ പട നയിച്ചവൻ നിലവിലിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രകടനമാണ്, സന്തോഷ പ്രകടനമാണ് ഇന്ദിരാഭവനിൽ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് ശേഷം തന്നെ VD സതീശൻ പറവൂരിൽ നിന്നും കൻ്റോൺമെൻറ്റ് ഹൗസിൽ എത്തിച്ചേരും. അതിന് ശേഷമാകും KPCC ഓഫീസിലേക്ക് എത്തിച്ചേരുക. അല്പസമയത്തിന് ശേഷം കൻ്റോൺമെൻറ്റ് ഹൗസിൽ നിയുക്ത മുഖ്യമന്ത്രിയായാണ്
പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിച്ചേരുക, വി ഡി സതീശൻ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറെ സന്തോഷത്തോടു കൂടി പ്രേക്ഷകരോടും നമുക്ക് അറിയിക്കാനുള്ളത്. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി KPCCയിലേക്ക് ഉടൻ തന്നെ ചിലപ്പോൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. വളരെ വലിയ ആഘോഷത്തോടു കൂടി തന്നെ ആയിരിക്കും പ്രവർത്തകർ ഉൾപ്പെടെ അവർ അനുനയിച്ചുകൊണ്ടായിരിക്കും വി ഡി സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ KPCCയിൽ എത്തിച്ചേരുക. വലിയ മുദ്രാവാക്യങ്ങളോടുകൂടി, ആരവത്തോടുകൂടി, ആഘോഷത്തോടുകൂടി നിലവിലിപ്പോൾ VDSന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ നിലവിലിപ്പോൾ KPCCയിൽ അണിനിരന്നിരിക്കുകയാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.